അപ്പോൾ ഈ പട്ടാമ്പിക്ക് പോകാനാണ് കേട്ടോ ഞങ്ങൾ ഒരുങ്ങി നിൽക്കണത്. അപ്പോൾ ഈ ഒരു പോക്ക് എനിക്ക് കുറച്ച് സന്തോഷമുള്ള കാര്യത്തിനാണ്. ഒന്നാമത്തെ സന്തോഷം എന്താന്ന് ഞാൻ വഴിയെ പറയാം. രണ്ടാമത്തെ സന്തോഷം നമ്മൾ സിനിമയ്ക്കാട്ടോ പോണത്. എൻ്റെ സന്തോഷം അതൊക്കെയാണ് കേട്ടോ. ആഴ്ചയിലൊരു സിനിമയ്ക്കൊക്കെ പോയാൽ ഞാൻ ഹാപ്പിയാണ്. അമ്മ കണ്ണാട വെക്കി ഞാൻ ഫോട്ടോ എടുത്തുതരാന്ന് പറഞ്ഞിട്ടാട്ടോ എന്നെ പിടിച്ച് നിർത്തിയേക്കണത് നമ്മുടെ തേജു. എന്നിട്ട് എടുക്കുന്നത് മൊത്തം വീഡിയോ ആണ് കേട്ടോ. കുട്ടിക്ക് എന്തായാലും ഞാൻ കണ്ണാട വെച്ചാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങളിൽ പലർക്കും ഇഷ്ടമല്ല എനിക്കറിയാം, പക്ഷെ എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാട്ടോ പറയണത്. പിന്നെ അതേ വിൻഷേട്ടൻ കാർ എടുക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മൾ കാറിലാണ് പോണത്, നമ്മുടെ കാറല്ല, നമ്മുടെ ജിഷ്ണുവേട്ടൻ്റെ കാറാട്ടോ. ജിഷ്ണുവേട്ടൻ്റെ കാറിലായിരുന്നു വിൻഷേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ കാർ എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ജിഷ്ണുവേട്ടൻ്റെ വീട്ടിലേക്കാണ്. കാരണം വിൻഷേട്ടൻ്റെ നമ്മുടെ സ്കൂട്ടി അവിടെയാണ്, പിന്നെ ജിഷ്ണുവേട്ടനും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ പടത്തിന്. അങ്ങനെ അതേ അവിടെ എത്തി. ജിഷ്ണുവേട്ടൻ എപ്പോഴേക്കും കുളിച്ച് പുറപ്പെട്ട് റെഡി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളും കയറി. അങ്ങനെ നമ്മൾ നേരെ പോയത്, ആദ്യം ഞങ്ങൾ പോയത് മൻസൂർക്കായിരുന്നു കേട്ടോ. കാരണം അവിടെ ജിഷ്ണുവേട്ടൻ എന്താ അരിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ പോണ വഴിക്ക് അവിടെ ഇറങ്ങിയിട്ട് അരിഞ്ചാക്ക് വണ്ടിയുടെ ബാക്കിൽ ഡിക്കിയിൽ ഇട്ടിട്ടാണ് നമ്മൾ നേരെ എൻ്റെ ആദ്യത്തെ ഒരു സന്തോഷം നിറവേറ്റാൻ പോണത് കേട്ടോ. അത്ര വലിയ കാര്യമൊന്നുമല്ല, നിങ്ങൾ എന്തോ വലിയ കാര്യമെന്ന് വിചാരിക്കേണ്ട എൻ്റെ ഒരു ചെറിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ നമ്മുടെ ടോപ്പാസിലേക്ക് കേട്ടോ, പട്ടാമ്പി ടോപ്പാസിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് ഞാൻ ഒരു സ്റ്റൗ ഇല്ലേ, ഗ്യാസ് സ്റ്റൗ എന്ന് പറയില്ലേ, അത് വാങ്ങാനാട്ടോ വന്നേക്കണത്. എനിക്കല്ല, നമുക്കല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ പണ്ടത്തെ കേട്ടോ, ഞാനൊക്കെ ചെറുതിലേ ഉള്ളൊരു സ്റ്റൗ ആണ്. രണ്ടെണ്ണമായിട്ടുള്ള സ്റ്റീലിൻ്റെ ഇല്ലേ ആ ഒരു സംഭവം. അപ്പോൾ ഞാൻ കുറേ നാളായി എൻ്റെ വീട്ടിലേക്ക് ഒരെണ്ണം അമ്മയ്ക്ക് അത് വാങ്ങി കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ എന്നാണ് കേട്ടോ ഞാനത് വാങ്ങിയത്. പിന്നെ ഞാൻ വലിയൊരു ചായപാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ മെയിൻ സാധനം എന്താ, നമ്മുടെ ചപ്പാത്തി പ്രസ്, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് മൂന്നും വാങ്ങിയിട്ട് ഇതേ ജിഷ്ണേട്ടൻ്റെ വണ്ടയുടെ ബാക്കിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ സിനിമയ്ക്കാട്ടാ പോയത്. തേജപ്പനുള്ള കുറച്ച് പാപ്പും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമ്മൾ നമ്മുടെ ഗരുഡ മാളിലേക്കാട്ടാ പോയിട്ടുള്ളത്. അവിടെ കയറി കുറച്ച് വൈകിട്ടോ, എന്ന് വെച്ചാൽ പടം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കയറി വരുമ്പോഴേക്കും കറക്റ്റ് ഒരു ടൈം ആയിരുന്നു. അങ്ങനെ നമ്മൾ കയറലും പടം സ്റ്റാർട്ട് ചെയ്യലും ഒക്കെ ഒന്നിച്ചായിരുന്നു കേട്ടോ. പിന്നെ തേജുവിനുള്ളൊരു സ്വഭാവമാണ്, ഏത് പടം കാണുന്ന വെച്ചാൽ അതിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുക്കാട്ടോ. അങ്ങനെ പടം തുടങ്ങി പടമൊക്കെ കണ്ടു കേട്ടോ. പിന്നെ പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ. പിന്നെ കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല പടമാണ്. അവസാനത്തേക്ക് നമുക്ക് കുറേ ചിരിക്കാണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു പടമാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഇതേ ജിഷ്ണേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ഇതേ നമ്മുടെ സ്കൂട്ടി എടുത്തു കേട്ടോ. ഇനി നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിൽ കയറ്റണം. പിന്നെ ഇതേ ഇത് നമ്മുടെ ജിഷ്ണേട്ടൻ്റെ വീട്ടിലെ ഹസ്കിയാണ് കേട്ടോ. ഇതിൻ്റെ കണ്ണ് ചുവപ്പ് കളർ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. ലൈറ്റ് അടിച്ചിട്ടാണ് മെയിനായിട്ട്. അങ്ങനെ ഇതിൻ്റെ ഡിക്കിയുടെ ഉള്ളിലേക്ക് നമ്മുടെ ചപ്പാത്തി പ്രസ്സും വെച്ചു, നമ്മുടെ ചായപാത്രം ഇതേ ഫ്രണ്ടിലും തൂക്കി, പിന്നെ ഗ്യാസ് സ്റ്റൗ ഞാൻ മടിയിൽ വെച്ചിട്ടിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണ് ഇത്ര വലിയ കാര്യം, എന്താണ് ഇത്ര വലിയ സന്തോഷം എന്നൊക്കെ. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എനിക്ക് വലിയ കാര്യമാണ്, വലിയ സന്തോഷമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്ക് ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്കൊരു വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.